നമസ്കാരം. ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇവിടെ ട്രെയിനിൽ വന്നിറങ്ങിയത്. ആ സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പിതാ നല്ല വെയിലും. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഞങ്ങൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായത്. ഉച്ചക്ക് 12 മണിയായി ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ പട്നയിൽ ഒരു ചേട്ടന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ തവണ ഇവിടെ ബീഹാറിൽ വന്ന സമയത്ത് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അന്നേ സമയം ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഇത്തവണ വരുമോ, അതായത് അടുത്ത തവണ വരുമോ എന്തായാലും കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഉടനെ തന്നെ ഇവിടെ എത്താൻ വേണ്ടി സാധ്യതയുണ്ട്. അതുവരെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർക്കുണ്ട്, ബുദ്ധ സ്മൃതി പാർക്കിൽ. അതിനകത്തോട്ട് ഇപ്പം കയറിയിരിക്കുകയാണ്. ഇവിടത്തേക്ക് വരുമ്പം ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീ. നമുക്കിനിപ്പോൾ ഇതുവഴിയൊക്കെ നടക്കാം. പട്ന റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണല്ലോ. മാത്രമല്ല ഇപ്പം നല്ല ചൂടുമാണ്. അതിൽ നിന്നൊക്കെ എത്രയോ ആശ്വാസമാണ് ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ. ഈ പാർക്കിന്റെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് ഇവിടെയാണ്, പാട്ലിപുത്ര കരുണ സ്തൂപ. ഇതിനാകെ 200 അടി ഉയരാണുള്ളത്. അതുപോലെ തന്നെ ബുദ്ധന്റെ 2554 ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അതുപോലെ തന്നെ ബീഹാർ സർക്കാരാണ് ഇത് വികസിപ്പിച്ചെടുത്തതും. കൂടാതെ തന്നെ ഈ പാർക്ക് ടോട്ടൽ 22 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണ ചെലവൊക്കെ വന്നത് 125 കോടിയോളം രൂപയാണ്. അതുപോലെ തന്നെ ഇതിപ്പം നിലവിൽ പ്രവർത്തിപ്പിക്കുന്നത് ബീഹാർ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. രാത്രിക്ക് ഇവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെയായിട്ട് ബുദ്ധന്റെ ഒരു ചെറിയൊരു പ്രതിമ കാണാം. ഈ പാർക്കൊക്കെ നല്ല വൃത്തിയോടെ തന്നെയാണ് ഇവർ പരിപാലിക്കുന്നത്. ഇവിടുത്തെ വലിയ കുറച്ച് പുല്ലുകളൊക്കെ ഇതാ ഇവിടുന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഈ പട്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് അധികം വൃത്തിയൊന്നുമില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ ഒരു സെൻട്രൽ ജയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ബങ്കിപ്പൂര്. പിന്നെ ഈ ഭാഗത്താണ് മ്യൂസിയം ഒക്കെ വരുന്നത്. പാർക്കിൻ്റെ ഇവിടുന്ന് പുറത്തിറങ്ങിയേ ഇവിടെ പട്ന മെട്രോൻ്റെ വർക്കുകൾ കാണാം. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരെ പട്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തന്നെ ഡയറക്റ്റായി മെട്രോ കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു ചേട്ടൻ ഇപ്പോൾ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയും കൊണ്ട് വരും. നമുക്കിനിയിപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം. ഈ ബസ്സില്ലേ, ഈ പുറകിൽ വരുന്ന വണ്ടി, അത് CNG ആണ്. ബാഗൊക്കെ വെച്ചോ ആദ്യം. ഈ ബാഗ് ഇവിടെ വെച്ചോ. ഹലോ, ചേട്ടന്റെ പേര് പറഞ്ഞു ആദ്യം തന്നെ. നാട്ടിലെവിടെ? കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റാറ്റസ് ഇട്ടത്. ആ സമയം മുതൽ ചേട്ടൻ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണൊന്ന് കാണാൻ പറ്റിയത്. ഇവിടെ പട്നയിൽ ഇവിടെ എവിടെയാണ്? സിറ്റി തന്നെയാണല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ഏത് ഭാഗത്തേക്ക് പോകാൻ പറ്റുക? ഇവിടെ ഒരു സേതു ഇല്ലേ, നമ്മുടെ മഹാത്മാഗാന്ധി സേതു. അത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നല്ലേ നവി? ഇറങ്ങിയ സമയത്ത് ഒരു 2 ആഴ്ചയായിട്ട് നല്ല മഴയാണ്. പെട്ടെന്ന് വെള്ളം കയറുമല്ലേ? ഞങ്ങൾ ആ റൂമിൽ എടുത്ത ഭാഗത്തേക്ക് മൊത്തം വെള്ളം കയറുന്ന പറ്റാത്ത അവസ്ഥ. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം വളരെ മോശമാണ്. അങ്ങനത്തെ ഇതിപ്പോ മെട്രോന്റെ വർക്കുകളല്ലേ അല്ലേ? ഇവിടെ കൂടുതലും ഇതുപോലുള്ള സൈക്കിൾ റിക്ഷകളുണ്ട്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടുന്ന് രാജേന്ദ്ര നഗറിലേക്ക് സൈക്കിൾ റിക്ഷക്കാണ് പോയത്. ചെറിയ പൈസയേ ഉള്ളൂ. ഇവിടെ ചൂട് വന്നാൽ ഒരു 1.5 ചൂടാണല്ലേ? അയ്യോ, ചൂട് വന്നാൽ നല്ലൊരു 42-40 അത്രയെല്ലാം കയറുമല്ലേ? 45 വരെ. മഴ പെയ്താൽ നല്ല മഴ, തണുപ്പായ നല്ല തണുപ്പ്. അതാണ് ഈ ഒരു നോർത്തിന്റെ ഭാഗത്തേക്കുള്ള ഏറ്റവും വലിയ വിഷയം. ഇതൊന്നാമത് ബീഹാർ എന്ന് പറയുന്നത് നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് ഒരു 150-160 കിലോമീറ്റർ കഴിഞ്ഞാൽ നേപ്പാൾ ബോർഡർ. അപ്പൊ അവിടുത്തെ ഉള്ള ക്ലൈമറ്റുമായിട്ട് ഇതിന് കുറച്ചൊരു പൊരുത്തമുണ്ട്. അപ്പൊ അവിടെ തണുപ്പ് വരുമ്പോൾ എവിടെയും തണുപ്പാവും. ഈ പട്ന സിറ്റിന്റെ ഒരു മെയിൻ ഭാഗം ഇത് തന്നെയല്ലേ? ഈ സ്ഥലത്തിന്റെ പറഞ്ഞ പേരെന്താ? ഇത് പട്ന ജംഗ്ഷൻ. പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഭാഗം തന്നെയാണല്ലോ. അതെ. നിങ്ങൾ ഗാന്ധി മൈതാനിൽ പോയായിരുന്നോ? ഇല്ല, ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഇത് പട്ന ജംഗ്ഷന്റെ മെയിൻ ഹാർട്ട് ഓഫ് ദി സിറ്റിയാണ്. ആണല്ലേ?
സിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു 10 വർഷത്തിനിടയ്ക്ക് ഡെവലപ്പായതാണ്. ആണല്ലേ? അതിനു മുമ്പൊന്നും നമുക്ക് ഇങ്ങനെ ഒരു സിറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണത്. അതായത് പോവർട്ടിന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോവർട്ടി ലൈനിലുള്ള സ്ഥലം ഇതല്ലേ. പോവർട്ടി പിന്നെ പ്ലസ് എഡ്യൂക്കേഷൻ ഏറ്റവും കുറവാണ്. അത് ഇപ്പം ഒരു 7% എഡ്യൂക്കേഷൻ എങ്കിൽ അതിനകത്തൊരു 90% സിറ്റി കോൺസെൻട്രേറ്റഡ് ആണ്. ഗ്രാമത്തിലോട്ടൊക്കെ എഡ്യൂക്കേഷൻ വളരെ, ഗ്രാമത്തിലേക്ക് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ദർഭംഗൊക്കെ പോയ സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തൊക്കെ ഇങ്ങനെ കുട്ടികളിങ്ങനെ അഴിച്ചുവിടുന്ന പോലെയാണ്. അതുപോലെ നമ്മുടെ ട്രെയിനിൽ അറ്റൻഡേഴ്സിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് കൊച്ചു കുട്ടികളാണ്. ഈ പിന്നെ നമ്മുടെ കമ്പിളിയും പുതപ്പൊക്കെ എടുത്തു കൊടുക്കാൻ. കാരണം ഇവർക്ക് ചെറുപ്പം മുതലേ ജോലി എടുക്കുക, സ്വയംപര്യാപ്തമായിട്ട് പണിയെടുക്കുക. അതെ 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 അതെ. അതുകൊണ്ട് പഠിക്കാന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്കില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ മോഷണം അങ്ങനത്തെ ഇതൊക്കെ. അതായത് ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ ഒക്കെ എങ്ങനെയാണ് ടോട്ടലി? ഡ്രൈവിംഗ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കേരളമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബീഹാറിൽ ട്രാഫിക് എന്ന് പറയുന്ന സംഭവമില്ല. ഓ അങ്ങനെ ഉണ്ടല്ലേ? അതായത് ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കുകയാണെന്നെങ്കിൽ ഇപ്പൊ എന്റെ മുന്നിൽ ആരും ബസ് പോകുന്നു, സ്കൂട്ടർ പോകുന്നു, എന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരിക്കണം, ആ സ്കൂട്ടർ എപ്പോഴും തിരിച്ച് എന്റെ നേരെ വരാം. അങ്ങനെ അതുപോലെ തന്നെ എതിർ ദിശയിൽ നിന്ന് വേറൊരു വണ്ടിയും കൂടെ കയറി വരാം എന്നുള്ള ചിന്തയിലെ ഓടിക്കാവുള്ളൂ. പിന്നെ നമുക്കിപ്പം അവിടുന്ന് ഇവിടുന്ന് എല്ലാം വണ്ടികളോ ബൈക്കുകളോ ഈ സൈക്കിൾ റിക്ഷകള് ഈ പുറകെ ഈ സാധനം ഇത് പെട്ടെന്ന് അടുത്ത് തിരിക്കുക അല്ലേ? ട്രാഫിക് റൂളും കാത്തൊരു സ്ഥലമാണ്. പിന്നെ ഹെൽമെറ്റ് അത് ഇല്ലേ ഇല്ല അല്ലേ? പോലീസുകാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഹെൽമെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കുന്നു. പക്ഷെ എന്നാലും ആൾക്കാര് വെക്കുന്നൊക്കെ ഉണ്ടല്ലേ? ഫൈൻ അടിക്കും. അത് നമ്മുടെ കേരളത്തെ പോലെ തന്നെ അല്ലേ? ഹെൽമെറ്റ് ബെൽറ്റ് ഇത് രണ്ടും വളരെ നിർബന്ധമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ എപ്പോൾ കിട്ടിയെന്ന്. ഇവിടെ ബേസിക് നോക്കണം, അത് രണ്ടുമാണ്. പിന്നെ ഇതൊക്കെ വെക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇതാണ് ഗാന്ധി മൈതാൻ എന്ന് പറയുന്ന സ്ഥലം. ഇതല്ലേ ഗാന്ധി മൈതാൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഗ്രൗണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ ഇപ്പം ഗവൺമെന്റിന്റെ ഒക്കെ പബ്ലിക് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ഗാന്ധി. ഇവിടെ അല്ലേ ഈ ഓഗസ്റ്റ് 15 ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ വലിയ പ്രോഗ്രാം ഉണ്ടാവും. ഇത് വലിയൊരു ഗ്രൗണ്ടായിരുന്നു. വലിയൊരു ഗ്രൗണ്ട് ചുറ്റി വരുമ്പോൾ അറിയാം ഇതിന്റെ വലിപ്പം എത്ര ഉണ്ടെന്ന്. ഇവിടെ ഒരുപാട് CNG ബസ്സുകൾ ഉണ്ടല്ലേ? കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു റിവോൾവിംഗ് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ബീഹാറിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോ നിന്നല്ലേ? ഈ ബീഹാറില് ജനസംഖ്യ ഒന്ന് കൂടുതലാണല്ലോ. ജനസംഖ്യ കൂടുതലാണ്. ഒരാൾക്ക് ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോ ഒരാൾക്ക് 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ. ഇവിടെ എന്ന് പറയുമ്പോ 5 അല്ലേ? ഒരുപാട് പോകും അല്ലേ? അതിൽ ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സ്റ്റേഷനിലാണെങ്കിൽ ഒരു ഫാമിലിയുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ 8 ആൾക്കാരൊക്കെയാണ്. ആണല്ലേ? മൈനോർ കുടുംബങ്ങളല്ല, കൂട്ടുകുടുംബങ്ങളാണ്. അപ്പം ഒരു വീട്ടിലാണ് തന്നെ സഹോദരങ്ങള് കല്യാണം കഴിച്ച് അവരെല്ലാരും ഒരുമിച്ചൊരു വീട്ടിലാണ്. അങ്ങനെയുണ്ട്. മുന്നിലൊരു ഓട്ടോയില് പോലീസ് പോകുന്നുണ്ടോ? സ്വാഭാവികം. 10 പേരെ കൊള്ളുന്ന നിങ്ങൾ വിശ്വസിക്കും? 10 വേണമെങ്കിൽ അവര് അതിനെക്കാട്ടി ചിലപ്പോ അല്ലേ? ഇതെല്ലാം ട്രിപ്പ് പോകുന്ന വണ്ടികളാണ്. നമ്മള് നാട്ടിലെ പോലെ ഒരിടത്ത് നിന്നിട്ട് നമുക്ക് എടുത്തോണ്ട് പോകും, അങ്ങനെയല്ല. നമ്മുടെ നാട്ടില് മിനിമം മാക്സിമം ഒരു ഫോട്ടോ 3 or 4 ഇത്രേ ഉള്ളൂ. ഇവര് 10-15 വരെ കെട്ടിക്കും. ഇത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ബിൽഡിംഗ് ആണ്. ബാപ്പു സഭാഗ എന്ന് പറയും. ഇവിടെയാണ് ഗവൺമെന്റിന്റെ ഇപ്പം മെയിൻ പബ്ലിക് പ്രോഗ്രാംസ്, പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പം മെട്രോന്റെ ആ ഒരു വർക്കാണ് കാണുന്നത്. നല്ല ബ്ലോക്കായി. അതുപോലെ തന്നെ ഈ ബീഹാറികളുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ബീഹാറികളുടെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് കൂടുതലും വെജിറ്റേറിയൻസ് ആണ്. വെജിറ്റേറിയൻസ് ആണ്. പിന്നെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല അല്ലേ? നമ്മുടെ രാവിലെ ഒരു 8 മണിക്ക് നമ്മളൊരു പുട്ടും കടലയും പൊറോട്ടയും കഴിക്കും. അവർക്ക് ആ ഒരു സെറ്റപ്പ് ഇല്ല. ഇവർക്ക് രാവിലെ ഇവരെന്തെങ്കിലും സമൂസ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് അതെന്തെങ്കിലും കഴിക്കും. അതായത് നമ്മള് 3 നേരം കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഇവർക്ക് അങ്ങനെ ഇല്ല. ഇവർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അതിന് ഇവര് ചെയ്യുന്നത് പണിയൊക്കെ എടുക്കുന്നില്ല. 12 മണിയാകുമ്പോ ഇവര് ചോറ് കഴിക്കും. 12 മണിക്ക് നന്നായിട്ട് ചോറ് കഴിക്കും. അതാണ് അവരുടെ മെയിൻ ഫുഡ്. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം
മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എനിക്ക് മധുരക്കേട് ഇല്ല അല്ലേ? കാരണം ഇവര് കൂടുതൽ വെജിറ്റബിൾസ് ആയിട്ട് പിന്നെ ഇവിടെ കിട്ടുന്ന വെജിറ്റബിൾസ് നല്ല ഫ്രഷ് ബെസ്റ്റ് സാധനമാണ്. അതായത് നമ്മുടെ നാട്ടിലേക്കൊക്കെ വിഷമൊക്കെ അടിച്ച് വരുന്നതാണല്ലോ. ഒരു കുഴപ്പമില്ലാത്ത നല്ല സാധനം. അതുപോലെ ഈ ബീഹാറില് ഭയങ്കര നല്ല രീതിയിൽ മദ്യപാനൊക്കെ ഉണ്ടല്ലേ ആൾക്കാര്. മദ്യം ശരിക്കും നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണത്. അതാണല്ലേ, പക്ഷെ ഇഷ്ടം പോലെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിലെല്ലാം വരുന്ന സമയത്ത് കൂടുതലായിട്ടും കാണുന്നത് ആ കാഴ്ച തന്നെയാണ്. ഇവിടെ ഇപ്പോ നല്ല ബ്ലോക്ക് ആയിട്ടാണുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു മെട്രോന്റെ വർക്ക് കാരണം തന്നെയാണിത്. ഇത് ആക്ച്വലി ഒരു റൗണ്ടാണ്. ചുറ്റും നമ്മളിങ്ങനെ കറങ്ങണം. പക്ഷെ മെട്രോ ഇല്ലായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പോവായിരുന്നു. 5 വർഷം കഴിയും റെഡി ആയി വരാൻ. പക്ഷെ വന്നു കഴിഞ്ഞാൽ നല്ല അല്ലേ? മെട്രോ വന്നു കഴിഞ്ഞാൽ ഈ പട്നയുടെ ഒരു മാത്രല്ല പെട്ടെന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ മറ്റേത് ഭാഗത്തേക്കും പോവാലോ. ഇവര് ഈ ഇപ്പോഴത്തെ മെട്രോയുടെ പ്ലാനിൽ ഇവര് മെയിൻ ഹബ്ബായിട്ട് വെച്ചിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. രാജേന്ദ്ര നഗർ, അതുപോലെ തന്നെ പട്ന ജംഗ്ഷൻ. ചേട്ടാ ഇന്നലെ ഞങ്ങള് എത്തിയ സമയത്ത് ഇവിടെ പെരുമഴയിലുണ്ടായത്. ആ സമയത്ത് ഞങ്ങള് ചേട്ടനോട് വിളിക്കാത്ത തന്നെ ഒന്നാമത് ഞങ്ങള് ടയേർഡ് ആയിരുന്നു. പിന്നെന്ന് വെച്ചാല് മഴയത്തൊന്നും കാണാൻ പറ്റില്ല, ചളി കൊളായിട്ടുണ്ട് മൊത്തം. പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നല്ലേ. ഇതിപ്പോ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് 2 ആഴ്ചയായിട്ട് ഒരു രക്ഷയില്ല. പെട്ടെന്ന് വെള്ളവും പോകും. അതെ ശരിയാണ്. പട്നയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇത്. ഇതൊക്കെ CNG ആണ്. CNG ഇലക്ട്രിക് ഉണ്ടല്ലേ? പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡ് കണക്ടിവിറ്റി ഏറ്റവും ബെസ്റ്റ് റോഡ് കണക്ടിവിറ്റിയാണ്. ആണല്ലേ? ഇപ്പൊ ഒരു 5 വർഷത്തിനിടയ്ക്ക് നടന്നു കൊണ്ടുപോകുന്ന ബീഹാറിന് ഏത് ഭാഗത്തേക്ക് പോകാനും നമുക്ക് റോഡ് കണക്ടിവിറ്റി ഉണ്ട്. അതും നല്ല റോഡുണ്ട്. എവിടെയും പാലങ്ങൾ തന്നെ അല്ലേ? എല്ലായിടത്തും ഗംഗാ നദിക്ക് കുറുകയാലും ഇപ്പൊ നമ്മുടെ ഒരു വലിയ പാലമുണ്ട്. ഇപ്പൊ ഇതിപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ പാലം വരാൻ വേണ്ടി പോകുന്ന ഇവിടെ തന്നെ. അതെ അതെ. അതായത് ഏറ്റവും ഏത് ഭാഗത്തേക്കും ഉള്ളതിന് റൂട്ടെല്ലാം ഇവർ കണക്ട് ചെയ്തിട്ട് പുതിയ പുതിയ പാലങ്ങള്, അപ്രോച്ച് റോഡുകള് അതെല്ലാം പെട്ടെന്ന് പോകും. ഇവിടെ ഇപ്പം മിനിറ്റുകളായി ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങി. 15 മിനിറ്റോളായി ഇവിടെ തന്നെ, മൂവ് ചെയ്യുന്നേ ഇല്ല. ഈ പല ചെറിയ വണ്ടികളിൽ ഇതാ ഇതുപോലെയുള്ള ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തിക്കയറ്റുന്നത് കൊണ്ടാണ് മൂവ് ചെയ്യാത്തത്. എന്തായാലും ഇതൊക്കെ എന്തായാലും തട്ടും കേട്ടാ. തട്ടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല അവർക്കൊന്നും. അത് പല വണ്ടികളും ഈ ഭാഗത്ത് ഇങ്ങനെ നിർത്തുന്നോണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഈ സൈക്കിൾ റിക്ഷകളില്ലേ, അതായത് ഇതല്ല മറ്റേ സൈക്കിള്, അവർക്ക് വലിയ വരുമാനം ഒന്നും കിട്ടൂല അല്ലെ? ഒരു 2-3 കിലോമീറ്റർ ഓടിയാലോ അല്ലേ? ഞാൻ ഒരു പ്രാവശ്യം സൈക്കിൾ റിക്ഷക്കാരനോട് ഞാൻ സംസാരിച്ചായിരുന്നു. ഒരു ദിവസം എത്ര കിട്ടും? 100 രൂപ. പക്ഷെ അതെങ്ങനെ ജീവിക്കുന്നല്ലേ അവര്? അവര് ജീവിക്കുന്നതാണ്. അവർക്ക് ഇങ്ങനെ റോഡിൽ തന്നെ റിക്ഷ പാർക്ക് ചെയ്തിട്ട് അവിടെ കിടക്കുക, വണ്ടിക്കകത്ത് തന്നെ കിടക്കുക. ഇവിടെ ഉള്ളവരല്ല അല്ല അല്ലേ? അല്ലല്ല, ഇവര് ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടെ റിക്ഷ ഓടിക്കുക. ഇവര് പകൽ റിക്ഷ ഓടിക്കും, വൈകിട്ട് റോഡ് എവിടെ സൈഡാക്കും. ഭക്ഷണമൊക്കെ ലഘുവായിട്ട് അല്ലേ? JP സേതുവിലേക്ക് ഇതാ നമ്മൾ പ്രവേശിക്കുകയാണ്. ഗംഗക്ക് കുറുകയാണ് ഈ പാലം. ഇവിടെ ഗംഗക്ക് കുറുകെ ഒരുപാട് പാലങ്ങളുണ്ട്. പാലം അങ്ങ് അവിടെ മുതല് സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്. ഇതാ ഗംഗാറുകാർ. ഇതല്ലേ? അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല മഴയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം. ഈ പാലം അവസാനിച്ച ഭാഗത്താണ് പിന്നീട് മഹാത്മാഗാന്ധി ഇപ്പൊ 2 പാലങ്ങളും അടുത്തടുത്ത് തന്നെയാണ്. അതായത് അത്
നേരെ ഇതിന് നേരെ കിടക്കുന്ന മറ്റേന്ന് വെച്ചാൽ കുറുകെ പാലത്തിന്റെ ഇതിലൂടെ നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മഹാത്മാഗാന്ധി സേതുവിനാണ് കുറച്ച് ഹിസ്റ്ററിയൊക്കെ ഉള്ളത്. ഇതിപ്പോ പുതുതായിട്ട് വന്നതല്ലേ? പാലാക്കുമ്പോഴായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ പാലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതല്ലേ പട്ന മെഡിക്കൽ കോളേജ്. ഗംഗാതീരത്തിലെ ഒരു നടപ്പാത പോലെയുള്ള ഒരു ഭാഗം അല്ലേ? വലിയൊരു മറ്റേ മഹാത്മാഗാന്ധി സേതുവിന്റെ ആ ഒരു റിലേറ്റഡ് ആയിട്ടല്ല. ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞത് ഗംഗാ തീരത്തൂടി റോഡ് സ്ട്രെയിറ്റ് ഡൽഹി വരെ. അതാണ് ഈ മറൈൻ ഡ്രൈവിന്റെ പ്ലാനിങ്. അപ്പൊ അത് ഇവിടുന്ന് തുടങ്ങി, ബീഹാറിൽ നിന്ന് തുടങ്ങി യു പി വഴി കയറി ഡൽഹി വരെ ഗംഗയുടെ തീരത്തൂടി മാത്രം. അതാണ് അവരുടെ പ്രോജക്റ്റ്. അതൊരു വലിയൊരു പ്രോജക്റ്റാണ്. മെഡിക്കൽ കോളേജ് അല്ലേ? പുതിയത് പണി പടുത്ത ബിൽഡിംഗാണ് ഇതല്ലേ? ഇതൊരുപാട് കിലോമീറ്റർ ഉണ്ടല്ലേ ഈ ഒരു പാലം? അത്രയുണ്ടല്ലേ? അങ്ങ് അവിടെ നമുക്ക് കാണാം മഹാത്മാഗാന്ധി സേതു. പട്നയിൽ നിന്നും ഹാജിപൂരിലേക്കുള്ള ഒരു കണക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലം, അതായത് മഹാത്മാഗാന്ധി പാലം. ഈ പാലം ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടെ മറ്റൊരു പാലം ഉണ്ടായിരുന്നോ? ഇത് ബ്രിട്ടീഷുകാർ പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 2 വണ്ടിക്ക് പോവാവുന്ന വീതി ഉണ്ടായിരുന്നു. അതായിരുന്നു നമുക്ക് ഈ ഔട്ടറിൽ നിന്ന് പട്നയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ആ പാലത്തിൽ 24 മണിക്കൂറും ബ്ലോക്കാണ്. ആ പാലത്തിൽ ആ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടെത്താൻ ഒരു 9 മണിക്കൂർ 10 മണിക്കൂർ പാലത്തെ കിടക്കും. അതുപോലത്തെ ബ്ലോക്കുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് ശേഷമാണ് ആ പാലം ഇടിച്ച് കിടന്ന് ഈ ഒരു പാലം പണിത്. ഇത് ഡബിൾ ലൈൻ ആക്കി പണിതതിന് ശേഷമാണ് ആ ബ്ലോക്കിന്റെ അത് മാറി. ഇതിന് ഒരുപാട് വർഷമുണ്ട് ഈ ഒരു പാലത്തിന്. അത് അന്നത്തെ എന്തായാലും ഇതിൽ കയറാം. പണ്ടത്തെ ആൾക്കാർ ബ്ലോക്കിൽ കിടക്കുമ്പോ ആ ബ്ലോക്കിൽ വണ്ടി ഇട്ടിട്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ. അതെ അതെ അതെ. ഈ പാലത്തിന്റെ മുകളിലെ കൂടെ ഒക്കെ 2 വീലേഴ്സിനാരും എല്ലാം എൻട്രി ഉണ്ടല്ലേ? അങ്ങനത്തെ പ്രത്യേകതയൊന്നുമില്ല. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 3ാമത്തെ പാലമായ മഹാത്മാഗാന്ധി പാലം ഇവിടെയാണ്. ഗംഗയ്ക്ക് കുറുകെയാണ് ഈ പാലം. രണ്ട് വരി 4 വരി പാതയാണ് ഇവിടെ. 5.25 കിലോമീറ്റർ ആണ് ഇതിനാകെയുള്ള ദൂരം. നമ്മൾ നേരത്തെ വന്ന ആ ഒരു JP സേതു അവിടെയാണ്. നേരെ നോക്കിയാൽ ഇത് കാണാനായി സാധിക്കും. 1972 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 10 വർഷത്തിന് ശേഷം 1982 ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത ആ ഒരു വർഷം മുതൽ 2017 വരെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഇതായിരുന്നു. ഗംഗയുടെ ഈ ഭാഗത്ത് നമുക്ക് വെള്ളം കാണാൻ സാധ്യതയില്ല. കാരണം അതൊരു ദ്വീപ് പോലുള്ള കുറച്ച് ഭാഗങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മഴ കാരണമാണ് ഇത്രയും വെള്ളം ഇവിടെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പട്നയിൽ നിന്ന് നേരെ ഹാജിപൂരിനെ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ബ്രിഡ്ജ്.
ഇവിടെ തന്നെ അല്ലേ? അല്ല, ഇത്രയും നല്ല റോഡാക്കിട്ട് ഇനിയും ട്രാഫിക് ഇറക്കാൻ വേണ്ട ഒരു പാലല്ലേ? അതാണ് ബീഹാർ. ഇതാ അതിന്റെ വർക്കുകൾ ഇവിടെ നമുക്ക് കാണാം. തൂക്കുമല അല്ലേ? ആ, ബീഹാറിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും, അതായത് ഈ പട്നയുടെ ഏത് ഭാഗത്തും ഗംഗയാണ് കൂടുതലും, ഗംഗ റിവർ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പാലങ്ങളും. പുതിയ പാലത്തിന്റെ ഒരു വർക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ നടക്കുന്നത് കാണാം. BSRTC ഇവരുടെ ഗവൺമെന്റ് വണ്ടി. ഇലക്ട്രിക് ആണല്ലേ? AC അല്ലല്ലോ? AC ആണല്ലേ? നോൺ AC ഇല്ലേ ഈ ഇലക്ട്രിക്? ഇത് തൂക്കുവാലാണ് ഇനി വരുന്നത്. പണി കഴിപ്പിക്കുന്നതിന്റെ ഒരു എഞ്ചിനീയർ ബൈദില്ലേ? എന്താ പറയണത്? പാലയിതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് പാലം അവസാനിക്കുന്നത്. പെട്ടെന്നാണ് ഇവരൊക്കെ ചാടി ഇറങ്ങുന്നത്. പുറകിലൊരു വണ്ടി ഉണ്ടോന്ന് പോലും നോക്കുന്നില്ല അല്ലേ? ഇതിപ്പോ നേരെ ഇനിയിപ്പോ ഹാജിപ്പൂർ അല്ലേ? ഹാജിപ്പൂര് ആക്ച്വലി ഔട്ടർ പട്നയാണ്. ഓ, പട്നയുടെ ഔട്ടർ പിന്നെ അങ്ങോട്ടെല്ലാം ഗ്രാമത്തിലേക്കുള്ള. ഇവിടുത്തെ റോഡ് ഇപ്പൊ കുറച്ച് മോശമായിട്ടാണുള്ളത്. കാരണം ഇവിടെ പുതിയ റോഡ് പണിയുകയാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും പാലവും റോഡും മാത്രം. ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോഴും വേറൊരു പാലം വഴിയാണ് നമ്മൾ പോവുക. അതിന്റെ ഭാഗത്ത് ഏകദേശം എത്താനായി. എന്തൊരു പൊടിയാ നോക്കിയേ. 2 വീലറിലൊക്കെ ഇപ്പൊ പോകുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു പരുവാവും. ഹാജിപ്പൂരിൽ കൂടുതലായിട്ട് കിട്ടുന്നത് പഴമാണ്. അതിന്റെ ഒരു ചെറിയൊരു സ്റ്റാച്ചു ഇവിടെ കാണാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് എപ്പോഴും കിട്ടാറുണ്ട്. കാരണം ചെറിയ പൈസയല്ലേ ഉള്ളൂ. അതെ അതെ. കേല ഹാജിപ്പൂർ കേല എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രശസ്തമായ ഒരു പഴമാണ്. ഇത് ഹാജിപ്പൂർ എത്തിയില്ലേ? ഇത് ഹാജിപ്പൂരാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ. ഈ റോഡ് നമ്മൾ നേരെ ചെന്ന് റൈറ്റ് കയറിയാൽ സ്ട്രെയിറ്റ് നേപ്പാൾ റോഡാണ്. നേപ്പാൾ. അവിടെ നിന്നാണ് നിങ്ങൾ പോയ മുസഫർപൂര്, ദർഭംഗ ദർഭംഗ. റെയിൽവേ സ്റ്റേഷനൊക്കെ അങ്ങോട്ടാണല്ലേ?
ഹാജിപ്പൂർ. നമ്മളിപ്പോൾ പോയ മഹാത്മാഗാന്ധി സേതു എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള 3ാമത്തെ പാലാണ്. 5.75 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ 1ാമത് വരുന്നത് മഹാരാഷ്ട്രയിലെ, അതായത് മുംബൈക്ക് അടുത്ത് നവി മുംബൈയിലെ അടൽ സേതു ആണ്. അത് ഏകദേശം ഒരു 22 കിലോമീറ്റർ ആണ് അതിന്റെ നീളം വരുന്നത്. 2ാമത് വരുന്നത്, ആ പാലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി അത് ഇനാഗുറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, അതായത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതും നമ്മുടെ ബീഹാറിൽ ഈ അടുത്ത് തന്നെയാണ്, ഗംഗാ നദിക്ക് കുറയാണ് ആ ഒരു പാലം വരുന്നത്. കാച്ചി ദർഗ ബിന്ദുപൂർ എന്ന് പറഞ്ഞ ഒരു പാലാണ് അതിന്റെ പേര് വരുന്നത്. അതെന്ന് വെച്ചാൽ ഈ ഹാജിപ്പൂരിനെയും അവിടുത്തെ ആ ഒരു ബിന്ദുപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെയും കാച്ചി ദർഗയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ്. അത് അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു പ്രതീക്ഷിക്കാം. അതാണ് പറഞ്ഞ പോലെ 2ാമത് വരുന്നത്. ഇപ്പൊ 3ാമത് നമ്മൾ അതിൽ കൂടെ യാത്ര ചെയ്യുകയും ചെയ്തു. ഇനി നമ്മൾ കയറാൻ പോകുന്ന പാലത്തിന്റെ പേരാണ് ദിഗ സോൻപൂർ ബ്രിഡ്ജ് അഥവാ ജയപ്രകാശ് നാരായൺ ബ്രിഡ്ജ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 2ാമത്തെ റെയിൽ കം റോഡ് ബ്രിഡ്ജ്. ഇതിന്റെ ആകെ നീളം വരുന്നത് 4.5 കിലോമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് 1ാമത്തെ ബ്രിഡ്ജ്? അത് അസാമിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള ബോഗിബിൽ ബ്രിഡ്ജാണ്. അതിന്റെ ആകെ നീളം വരുന്നത് 4.9 കിലോമീറ്റർ ആണ്. ഇതിൽ രണ്ടിലും ഞങ്ങളിപ്പോൾ കയറി തന്നെ പറയാം, കാരണം ആ 2ാമത്തെ പാലത്തിലേക്കാണല്ലോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലത്തിന്റെ ഇവിടത്തേക്ക് ഇനി ഏകദേശം 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഈ റോഡ് നേരെ ചപ്ര, സിവാൻ, ഗോരഖ്പൂർ അങ്ങനെ പോകുന്നതാണ്. ഇനിയിപ്പോൾ ഈ പാലത്തിലൂടെ പോകാനുണ്ട്, അതല്ല നമ്മുടെ മെയിൻ പാലം. അതിലൂടെ കടന്നു വേണം മെയിൻ പാലത്തിലേക്ക് എത്താൻ. ഇവിടേക്ക് ഒരുപാട് വീടുകളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കട്ട് അതുപോലെ കാണുന്നുണ്ട്, അതായത് വീടിൻ്റെ പുറമേ ഒന്നും തേച്ചിട്ടൊന്നുമില്ല. ഈ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താ, കാരണം എന്തായിരുന്നു അങ്ങനെ അവർ തേക്കാത്തതിന്റെ? ടാക്സ് കൊടുക്കാനാണല്ലേ? നമ്മൾ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതാണ് അത് കാണിക്കുന്നത്. ഒരു വീട് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം. ഓ, അങ്ങനെയുണ്ട്. ഇത് അങ്ങ് അതിലൂടെ ഒരു വന്ദേ ഭാരത് പോകുന്നതാണ്. വന്ദേ ഭാരത്. അപ്പൊ അതുകൊണ്ടാണ് അവര് തേക്കാത്തത്. അതിപ്പോ ബീഹാറിന്റെ ഏത് ഭാഗം വഴി നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും റെയിൽ ട്രാക്കിനോട് ചേർന്നിട്ട് ഒരുപാട് വീടുകൾ കാണാമല്ലോ. അതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ദിഗ സോൻപൂർ ബ്രിഡ്ജ് ഇതാ ഇവിടെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. റെയിൽ ട്രാക്ക് അങ്ങ് അതിലൂടെയാണ് കണക്ട് ആവുന്നത്. ഇന്ന് ഈ ഒരു ചെറിയൊരു യാത്ര തന്നെ എത്ര പാലങ്ങളിലൂടെ യാത്ര ചെയ്തു. അങ്ങ് അവിടെ നമുക്ക് ഗംഗ കാണാം. റെയിൽവേ ട്രാക്ക് കണക്റ്റ് ആയി. ഇനിയിപ്പം റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഇതാ രണ്ടും ഒരുമിച്ച്. ഇതിൻ്റെ താഴെ കൂടെയാണ് ഇനിയിപ്പം റെയിൽവേ ട്രാക്ക് ഉള്ളത്. ഇതുപോലെയുള്ള പാലത്തിലൂടെ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. ഇപ്പം ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പട്ന സിറ്റിയുടെ ഒരു നല്ലൊരു കാഴ്ച കാണാം. ഈ പാലം ചെന്നിറങ്ങുന്നത് മറൈൻ ഡ്രൈവ്. നമ്മൾ പോയില്ലേ, മറൈൻ ഡ്രൈവ് സ്റ്റാർട്ടിങ്. അവിടുന്നാണ് പിന്നെ മറൈൻ ഡ്രൈവ് തുടങ്ങി ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകുന്നത്. ഇതിന്റെ കണ്ടിന്യൂറ്റി അങ്ങോട്ട് ഒരു പ്രോജക്റ്റ് ആയിട്ടുണ്ട്. ബീറ്റ എന്ന് പറയുന്ന സ്ഥലം പറയാം. ഓ, ബീറ്റ എന്ന് പറഞ്ഞ സ്ഥലം വരെ 17 കിലോമീറ്റർ. അതിന്റെ പണി ഇപ്പോൾ ഉടനെ ആരംഭിക്കും. അതായത് ഏത് ഭാഗത്തേക്കാണെങ്കിലും പാലങ്ങളും റോഡുകളും മാത്രമല്ലേ. യാത്ര ചെയ്ത് വന്ന ആ ഒരു പാലം ഇതാണ്. JP ഗംഗാ പാർക്ക്.
എന്ത് നല്ല റോഡുകളാണ് നോക്കിയേ. ഇവിടെ നിന്നാണ് നല്ലൊരു വ്യൂ കിട്ടുക ആ പാലത്തിന്റെ. മറൈൻ ഡ്രൈവ് ഇവിടെ മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അതായത് ഇതുവഴിയൊക്കെ നമുക്ക് നടക്കാം കേട്ടോ. ആ നടക്കാനുള്ള ഒരു വഴി കാണാം. ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ആക്റ്റീവ് ആണല്ലേ. പിന്നെ ഇവിടെ നല്ല സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു പട്നയുടെ ഒരു നല്ലൊരു ഭാഗം ഇത് തന്നെയാണല്ലേ. അതെ 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 അതെ, നല്ലൊരു സ്ഥലം. അങ്ങനെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ ഒരു പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ വണ്ടീനെയും പുറകില് ഒരു സേഫ്റ്റി ഗാർഡ് കണ്ട ഇതുണ്ടാവും. അത് തട്ടലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വണ്ടീനെയും പുറകിൽ എന്തായാലും തട്ടും. പിന്നെ ഇവിടുത്തെ പോലീസ് വണ്ടികൾ കൂടുതലും സ്കോർപ്പിയോകളാണ്. കണ്ടില്ലേ ബീഹാറിലെ പുതിയതും പഴയതുമായ പാലങ്ങളും റോഡുകളൊക്കെ. ശരിക്കും ഞങ്ങൾക്ക് ഇന്ന് ഇതൊക്കെ കാണാനായി സാധിച്ചത് ഈ ചേട്ടനുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് ഈ പട്നയിൽ വന്ന ശേഷം ഈ പറഞ്ഞ പാലത്തിന്റെ ഭാഗത്തേക്ക് വണ്ടി അല്ലെങ്കിൽ ഓട്ടോയോ അല്ലെങ്കിൽ എന്ത് ഊബർ എന്തെങ്കിലും ആക്കി പോകാനൊന്നും എളുപ്പത്തിൽ സാധിക്കില്ല. പലതും പല ലൊക്കേഷനിലാണ്. അതുപോലെ തന്നെ ബീഹാറിനെ കുറിച്ച് ഈ പറഞ്ഞ ഇവിടുത്തെ നമ്മുടെ ട്രാഫിക് ആയാലും പൊതുവായിട്ട് ഒരുപാട് അറിയാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞു. കാരണം ചേട്ടൻ ഇവിടെ ഒരുപാട് വർഷങ്ങളായി താമസിക്കുന്ന ഒരാളാണല്ലോ. ഒരുപാട് അറിവുകൾ നമുക്ക് ചേട്ടനെ കൂടെ ഞങ്ങൾക്ക് കിട്ടി. ഇനിയിപ്പം അടുത്തത് ഇവിടുത്തെ കുറച്ച് വീടുകളൊക്കെ ഇല്ലേ ഭാഗങ്ങളില്ലേ, അവിടേക്കാണ് പോകുന്നത്. അതിന്റെ കാഴ്ചകളൊക്കെ ആയി നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ മാക്സിമം ബൈ ബൈ.